ഹലോ ഗായ്സ്, നമ്മളിന്നൊരു പോട്ടിക്കറി വെക്കാൻ പോവാണ്. അതിനു വേണ്ടി കുറച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാക്കണം. നെക്സ്റ്റ് സവാളയും കൊച്ചുള്ളിയും കുറച്ചെടുത്തിട്ട് ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു പഴുത്ത തക്കാളി എടുത്ത് ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ട് അരിയുക. നമ്മളിന്ന് പോട്ടിക്കറിയിൽ ചെറുകായാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നാക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ പോയി ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വന്നു. പോട്ടിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ താണ്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഒന്നില്ലെങ്കിൽ ചെറുകായ, പച്ചക്കായ, അല്ലെങ്കിൽ നമ്മളുടെ ടാപ്പിയോക്ക, പൊട്ടറ്റോ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചേട്ടാ ഇതെല്ലാം നല്ല ഷേപ്പിൽ അരിയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആളെ ഒന്ന് പൊക്കി കൊടുത്തിട്ടോ. ചേട്ടായി അപ്പുറത്ത് നിന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് നിന്ന് താളിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എണ്ണ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. പിന്നെ ഞാൻ നമ്മളുടെ സവാളയും കൊച്ചുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്തു. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് പൊടി ആഡ് ചെയ്തു. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മസാലാസ് ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മസാലാസ് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോസ് കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പോട്ടി സെപ്പറേറ്റ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. ചെറുകായ ഇവിടെ നന്നായിട്ട് ക്യൂബ്സ് ആയിട്ട് ചേട്ടായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കഴുകിയ ശേഷം വെന്ത പോട്ടിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ താളിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒരു വിസിലൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കായം വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പോട്ടിക്കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടായിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുവാണ്. അവിടെ മമ്മിക്ക് ചെറുതായിട്ട് പനിയൊക്കെ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കലില്ല. അപ്പം നമുക്ക് കറി കൊണ്ടേ കൊടുക്കാം. ഇവിടെ നമ്മളെക്കാളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാൾ ചാടി പുറത്തിറങ്ങി നിൽക്കുവാണ് കേട്ടോ, നമ്മുടെ നോവ ബേബി. അവന് തറവാട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ ഫസ്റ്റ് തന്നെ വണ്ടിയിൽ കയറി നിൽക്കുവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ ചേട്ടായിയുടെ വീടും. സോ നമുക്ക് 2 വീലറിന് പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. മാക്സിമം 2 വീലറിനാണെങ്കിൽ ഒരു 5 to 6 minutes, നടക്കാനാണെങ്കിൽ കുറച്ചുണ്ട്. ഇത് ചേട്ടായിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ് കേട്ടോ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഈവനിങ്സിലിടയ്ക്ക് ഇവിടെ നടക്കാൻ വരാറുണ്ട്. സോ നോവ ബേബി ഈസ് വെരി എക്സൈറ്റഡ് ടു മീറ്റ് ഹിസ് ഗ്രാൻഡ് പാരൻസ്. എല്ലാ വീക്കിലും കാണുന്നതാണ് കേട്ടോ. അങ്ങനെ ആൾ ഇവിടെ എത്തി കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുവാണേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് ആരെയും പേടിയില്ല കേട്ടോ. ബിക്കോസ് അവൻ എന്ത് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പാപ്പയും അമ്മാമ്മയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോന്നു. സോ ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ. നമുക്കിനി ഡിന്നർ കഴിക്കാം. ഞാൻ പോട്ടിക്കറി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. തിരിച്ചു വരുന്ന വഴി നമ്മൾ പൊറോട്ട മേടിച്ചിട്ടോ. സോ പൊറോട്ടയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഡിന്നർ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.